ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ ബ്രസീലിൻ്റെ ദേശീയ ടീം ആരംഭിച്ചിട്ടുണ്ട്. അതായത് സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗലാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. വരുന്ന ശനിയാഴ്ച രാത്രിയാണ് ഈ മത്സരം നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും ഈ മത്സരത്തിന് മുന്നേ ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് ടീമിലേക്കുള്ള ചില താരങ്ങളെ ഇപ്പോൾ തന്നെ താൻ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്, കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വിക്ടോർ റോക്കിനെ പോലെയുള്ള ചില താരങ്ങൾ ഈ സ്ക്വാഡിൽ ഇടം കണ്ടെത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് റോക്കിന്റെ കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നുമില്ല, പക്ഷേ ചില താരങ്ങളുടെ കാര്യത്തിൽ കാർലോ ആഞ്ചലോട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രൈക്കർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റികൾ എല്ലാം ഉള്ള ഒരു താരമാണ് വിക്ടോർ റോക്ക്. 26 താരങ്ങൾ ഉള്ള ഒരു സ്ക്വാഡ് ആയിരിക്കും വേൾഡ് കപ്പിൽ ഉണ്ടാവുക. അതിൽ ചില താരങ്ങളെ ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. വിക്ടോർ റോക്കിനെ പോലെയുള്ള ചില താരങ്ങൾ ഫൈനൽ സ്ക്വാഡിൽ ഇടം നേടാൻ വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കാസമിറോ, അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ, മാർക്കിഞ്ഞോസ്, ഗബ്രിയേൽ മഗലസ് തുടങ്ങിയ താരങ്ങൾക്കൊക്കെ ബ്രസീലിന്റെ വേൾഡ് കപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പാണ്. കാരണം ആഞ്ചലോട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാണ് ഇവരെല്ലാവരും. എന്നാൽ ചില താരങ്ങൾ വേൾഡ് കപ്പിലേക്ക് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്, ആ ഒരു സ്ക്വാഡിലേക്ക് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും റോക്ക് ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ബ്രസീലിയൻ ലീഗിൽ 16 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.